നമ്മുടെ ഐശ്വര്യം. അതെ, കാല് കുത്തി കടപ്പാടം പോയി. ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ആ പാവപ്പെട്ട ചേട്ടന്റെ കണ്ടോ, ഇതൊക്കെ ദുർനിമിത്തങ്ങൾ. അതൊക്കെ താഴെപ്പോയി. ഇതൊക്കെ ദുർനിമിത്താ. അപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം. പറഞ്ഞേ. എന്നിട്ട് അങ്ങോട്ട് തന്നെയാണ് പോണേ. എന്തായാലും ഇവിടെ വന്നല്ലേ കണ്ടിട്ട്. ഇതിലും സ്ഥലമാണ്. പുള്ളി വർക്കെല്ലാം മനസ്സിൽ സെറ്റ് ചെയ്തുകൊണ്ട് നടക്കുക. അതുകൊണ്ട് ഇതൊന്നും പിടിക്കലായിരിക്കും പുള്ളിക്ക്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾക്കാണോ എന്തിനാണോ ഇവിടെ കൊണ്ട് കസേര ഇട്ടേക്കണം. ഇത് ഞാൻ ആദ്യമായിട്ടോ. നമ്മളല്ലേ, നീ ഒന്നുകൊണ്ടായി. നമുക്കിപ്പോ ഒരു ടെറിട്ടറി ഫൈറ്റ്, ഗ്യാങ് വാർ കാണാൻ പറ്റും. ആരെ അതിക്രമിച്ച് കടന്നിട്ടുണ്ട് അവരുടെ ടെറിട്ടറിയിലേക്ക്. അതിനുള്ള ഫൈറ്റാ. കാരണം നമുക്കിട്ട് കടി കിട്ടുമെന്നാട്ടെ എനിക്ക് തോന്നുന്നത്. നമുക്കിട്ടല്ല, നിങ്ങൾക്കിട്ടാ കിട്ടേണ്ടത്. പുള്ളിക്ക് ഇനി ഈ കേസും പറഞ്ഞിട്ട് ഇനി വർക്കല ബീച്ചാ നോക്കണമെങ്കിൽ നടക്കിയല്ല കേട്ടോ. ഈ പട്ടിക്കുര കഴിഞ്ഞിട്ട് എപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ മൊത്തം പട്ടികളാണ്. ഇപ്പൊ തന്നെ അങ്ങ് അറ്റത്ത് പട്ടിയൊന്നും ഇല്ല. നീണ്ടു കിടക്കണ ബീച്ചാ അത്. മദാമ, ഞാൻ ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംസാരിച്ചാലോ? ചെല്ലി. പക്ഷെ അവര് ഫ്രഞ്ച് യുവതിയാണെങ്കിലോ? അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റുന്നുണ്ട്. ഫ്രഞ്ച് അറിയായിരിക്കും. എന്റെ ദൈവമേ. ബീച്ചിനെ പറ്റി നല്ല അറിവുള്ള ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉള്ള കാരണം നമുക്ക് പുള്ളിയോട് ചോദിക്കാം. ഈ ബീച്ചിന്റെ പ്രത്യേകത തന്നെ അതൊന്നും ആദ്യമേ കേൾക്കട്ടെ. ഈ ബീച്ചിന്റെ പ്രത്യേകത നമ്മുടെ കോവളം ബീച്ച് പോലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് മാരാരിക്കുളം എന്ന് പറയുന്നത്. ഇവിടെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വന്ന ഒരു ബീച്ചായിട്ടാണ് കാണുന്നത്. കേരളത്തിനകത്തുള്ള വിദേശികൾ കൂടുതൽ ഇവിടെ വരാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതിനല്ലേ ഞാൻ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള ടൂറിസ്റ്റുകളും ഉണ്ട്, കേരളത്തിനകത്തുള്ള ടൂറിസ്റ്റുകളും ഉണ്ട്. അത് നമ്മൾ ഈ കേരളത്തിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട പ്ലേസസിൽ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും മാരാരിക്കുളം ഒരു ഓപ്ഷനായിട്ട് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ എത്താൻ ചാൻസ് ഉള്ളത് ഇവിടെയാണ്. അതൊക്കെയാണ് ബീച്ചിന്റെ പ്രത്യേകത. കഴിഞ്ഞ് ഇനി ഈ ബീച്ച് മറ്റേ ആ കസേരകളൊക്കെ ഇട്ട് വെച്ചാൽ കാണുമ്പോൾ തന്നെ അറിയാം വിദേശികൾ. അതെനിക്ക് മനസ്സിലായി. ബീച്ചിനെ വർണ്ണിക്കാതെ ഇത് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല്ലോ എന്ന് പറ. തിരകൾ കൂടുതലോ? അല്ല, അത് ചിലപ്പോൾ കാറ്റിനനുസരിച്ചായിരിക്കും, ചിലപ്പോൾ മാറുമായിരിക്കും. ഇനി അതിന് വല്ല സംവിധാനം ഉണ്ടാക്കണം ഞാൻ തിര കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സൺസെറ്റിന്റെ ഒരു ഷോട്ടാണ് ഫിക്സ് ചെയ്യാല്ലേ? ഇത് ഫിക്സ് ചെയ്യാല്ലേ? ചെയ്യാൻ പറ്റട്ടെ. കാരണം എന്റെ മനസ്സിൽ വർക്കലയോട്ട് കുറച്ചെങ്കിലും ഒന്ന് സാമ്യം തോന്നണം. എനിക്ക് മനസ്സിലാവാത്ത കാര്യം വർക്കല അതെന്നത് പുള്ളിക്ക് മനസ്സിലായില്ലടാ. വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത കാപാലികൻ. ഇപ്പൊ ലൊക്കേഷൻ കണ്ടല്ലേ, പോയി ആഴം മതി ഒന്ന് പോയി നോക്കിട്ടോ. അല്ല, നിങ്ങൾക്ക് പിന്നെ അങ്ങനെയൊക്കെ ആണല്ലോ, ആഴം, നീളം എല്ലാം ഒത്തു വന്ന. ബീച്ച് മേടിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? നമുക്കൊന്ന് ഉലാത്തിയിട്ട് വന്നാലോ? അങ്ങോട്ട് എടുത്താം. നമ്മളെ കയറി ആ പ്ലാറ്റ്ഫോം ഒക്കെ അടിപൊളിയാണ്. ഗാഡ്ജറ്റ്സ് വർക്കിംഗ് ആണ്, ലീക്കേജ് ഒന്നുമില്ല. ലക്ഷറി സെറ്റപ്പ് ആണോ? പ്രീമിയം. പാർക്കിംഗ് ഉണ്ടോ? പാർക്കിംഗ് ഉണ്ട്. ഞാനവിടെ പാർക്ക് ചെയ്തത്. യൂറോപ്യൻ പാർക്കിംഗ് ആണ്? യൂറോപ്യൻ പാർക്കിംഗ് ആണ്. ഞാൻ അവിടെ പാർക്ക് ചെയ്തത്. നമുക്ക് 10 രൂപയ്ക്കുള്ള അത്രയും കംഫർട്ട് 10 രൂപയ്ക്കുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങ് കൊടുക്കുമല്ലേ. അപ്പോൾ 10 രൂപയ്ക്ക് നമുക്ക് വർത്താന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തോരം വേണമെങ്കിലും കൊടുക്കാം 10 രൂപയ്ക്ക്. ഇല്ലില്ല, എനിക്ക് അങ്ങനെ ഒരു നോക്കോ അങ്ങനെ ഒന്നും കിട്ടിയില്ല. നമ്മള് ഇല്ലില്ല, ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. നമ്മൾ 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളെങ്കിലും നമ്മളത് മാക്സിമം യൂസ് ചെയ്തു. ഒരു 10 എത്ര കൊടുക്കും റേറ്റ്? 9 കൊടുക്കാം. കാരണം ആവശ്യം അവൻ്റെ ആയിപ്പോയല്ലോ, അതുകൊണ്ട് 9 കൊടുക്കാം. എക്സ്റ്റേണൽ നോയ്സ് ഒരുപാട് വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ പോകും. അങ്ങനെ ഒരു സ്ഥലമാണത്. എനിക്കാണ് ഈ കടലിന്റെ ഇത്രയും അടുത്തായതുകൊണ്ടായിരിക്കും. കടലിന്റെ അടുത്തായതുകൊണ്ട് ഉപ്പിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. വെള്ളത്തിന് ഉപ്പിന്റെ രസം. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുകയും ചെയ്തു. ഇല്ല, വെള്ളം കുടിച്ചില്ല. നമുക്ക് ആ സാന്നിധ്യം അറിയാം, നമുക്ക് ആ തൊടുമ്പോൾ അറിയാൻ പറ്റും.
വലിയ കുഴപ്പമില്ല, നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. റെക്കമെൻഡബിൾ ആണ്, ഹൈലി റെക്കമെൻഡബിൾ. ഏത് ഏജ് ഗ്രൂപ്പിനും പറ്റും? ഏത് ഏജ് ഗ്രൂപ്പിനും. ചിലർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ബീച്ചാണ്, നമുക്കറിയാലോ. ബീച്ചാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ബീച്ച് ഉണ്ടായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ കംഫർട്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ബീച്ച് യൂസ് ചെയ്താൽ മതിയല്ലോ. സർവീസ് ഇല്ല, നമ്മൾ തന്നെ ചെയ്യണം. സെൽഫ് സർവീസാണ്. അവരൊന്നും ഇല്ലില്ല, അത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ അതും നമ്മൾ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, 9 കൊടുത്തതാ, അല്ലേ 10 കൊടുക്കായിരുന്നു. ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നതിന്റെ സാധനം ഉണ്ടെന്ന് വല്ലതും മനസ്സിലായോ? ആ സാധനം എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരും, ചെയ്തോളൂ. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം വൈകുന്നേരം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. രാവിലെ നേരത്തെ വിലകാലേ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ല, അപ്പം ലൈറ്റ് കിട്ടത്തില്ല. ഇതിന്റെ സൂര്യൻ ഉദിക്കണത് അവിടെയാ. അതെല്ലാ ബീച്ചിലും അങ്ങനെയാണ്. എന്റെ പൊന്നോ, അതെന്നാ എല്ലാ ബീച്ചിലും കിഴക്ക് തന്നെ സൂര്യൻ ഉദിക്കുന്നത്. ചെന്നൈയിൽ അങ്ങനെയാണ് ഉദിക്കുന്നത്. ബീച്ചിൽ നിന്നാണ് ഉദിക്കുന്നത്. ഇത് ബീച്ചിന്റെ അപ്പുറത്തെ വശം ഉദിക്കുന്നത്. ആണോ? ചെന്നൈയിൽ അങ്ങനെയാണോ? പിന്നെ ചെന്നൈ അപ്പുറത്തെ സൈഡല്ലേ, ഇതിപ്പുറത്തെ സൈഡല്ലേ, നേരെ ഓപ്പോസിറ്റ് സൈഡ്. അതന്നെ ജിയോഗ്രാഫി വലിയ പിടുത്തില്ല. സൺസെറ്റ് ആണ് പക്കയായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ഷൂട്ട് ചെയ്താലേ അവിടെ നിന്നുള്ള ലൈറ്റ് നമ്മുടെ ഫേസിലേക്ക് അടിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യേണ്ടി വരും. വൈകുന്നേരം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കുമായിരിക്കും. നമുക്ക് ഈവനിങ് ഇച്ചിരി നേരത്തെ വന്നാലോ? ഉച്ചയ്ക്കോ? ഈവനിങ് നേരത്തെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും. തിരക്കില്ലാത്തൊരു ബീച്ച് കൊണ്ട് നോക്കണം. തിരക്കില്ലാതെ ബീച്ചിൽ എവിടെ തിരക്കില്ലാണ്ട് തന്നെ? അല്ല, ഇപ്പൊ ഈ സ്ഥലമുണ്ട് ഇവിടെ, മറ്റേ ആ കുടയൊക്കെ വെച്ചേക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തിരക്കായിരിക്കും. കാരണം ഇപ്പൊ തന്നെ അവിടെ ആൾക്കാർ വന്നിരിക്കാൻ തുടങ്ങി ഇതൊക്കെ കാണാനായിട്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒടുക്കത്തെ തിരക്കായിരിക്കും. എനിക്കറിയത്തില്ല കേട്ടോ ഈ ആൾക്കാരൊക്കെ ബീച്ചിലിരിക്കണതിന്റെ ഉദ്ദേശം എന്താണ്. എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ്. ഡോൾഫിന്റെ ഇതുണ്ടല്ലോ അവിടെ, ഡോൾഫിൻ ഡാൻസ്. നമ്മൾ ശ്രദ്ധിച്ച അവിടെ ഡോൾഫിൻ 1-2 ഡോൾഫിൻ പൊങ്ങിച്ചാടുന്നതൊക്കെ കണ്ടായിരുന്നു. മാരാരിക്കുളം ബീച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോൾഫിൻ ചാടുന്ന നല്ല മനോഹരമായ വിഷ്വൽസ് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ആൾക്കാർ അധികം വരാത്ത കുറച്ച് സ്ഥലം കാണും. അത് ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങ് പോയി നോക്കാന്ന് പറഞ്ഞത്. ഈ വെയിലത്തോ? ആഹാ, അപ്പൊ ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴോ? വെയിലില്ലാത്തപ്പോ അല്ലേലും കറക്റ്റ് സൂക്ഷിച്ചാൽ അല്ലെ ആലപ്പുഴക്കാരനാട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ ചാൻസ് ചോദിക്കും. കണ്ടിട്ടാണോ?